1 തിമോത്തിയോസ് 5-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത്. അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. ഓർമ്മിക്കുക, സ്നേഹിക്കുവാൻ കഴിവുള്ള ഒരു ഹൃദയമുണ്ടായിരിക്കുക എന്നതാണ് യഥാർത്ഥ യൗവനം. കാരുണ്യത്തോടും ദയയോടും വിനയത്തോടും സൗമ്യതയോടും കൂടി വ്യാപരിക്കുമ്പോൾ, ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുമ്പോൾ ഒരു വ്യക്തി പുതിയ മനുഷ്യനെ ധരിക്കുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റാതെ വ്യാപരിക്കുന്നവർ ആത്മാവിനെ വാർദ്ധക്യത്തിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. യുവജനങ്ങളെ എപ്രകാരം കാണണമെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും ഉപദേശിക്കണം. ലോകത്തിന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ട യുവജനത്തെ പ്രകോപിപ്പിക്കാതെ പ്രോത്സാഹിപ്പിക്കുക. ഏറ്റവും ശ്രേഷ്ഠമായതിനെ കെട്ടിപ്പടുക്കുവാൻ യുവജനങ്ങൾ തങ്ങളുടെ ഏറ്റവും ഉത്തമമായതിനെ സമർപ്പിക്കണം. അപ്പോൾ അവരുടെ യൗവനത്തെ എല്ലാവരും വിലമതിക്കും. യുവജനം മുതിർന്നവരുടെ അധികാരത്തെ ആദരിക്കുന്നവരും അവരോട് വലിയ ബഹുമാനം കാണിക്കുന്നവരുമാകണമെന്നും വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ദീർഘകാല അനുഭവ സമ്പത്തും ജീവിതത്തിന്റെ ആനന്ദങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള മുതിർന്നവർ യുവത്വത്തെ നയിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. മുതിർന്നവർ വേറെയൊരു തലമുറയിൽ പെട്ടവരായതിനാൽ അവരെ തള്ളിക്കളയുകയോ അവരുടെ ഉപദേശങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നതും ഉചിതമല്ല. യുവജനങ്ങൾ തങ്ങളുടെ ഹൃദയം ദൈവത്തിനായി തുറന്നു കൊടുക്കുന്നവരായിരിക്കണം. കർത്താവിലുള്ള ഒരുവന്റെ ആശ്രയം അവന്റെ യുവത്വത്തിൽ നിന്ന് യാതൊന്നും എടുത്തു കളയുകയില്ല, മറിച്ച് അതിനെ ശക്തിപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യുന്നു. വിവേകരഹിതരായി ജീവിക്കുന്നവർക്ക് സ്വർഗരാജ്യം അപ്രാപ്യമാകുന്നു. മഹത്തായ കാര്യങ്ങൾ അഭിലഷിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ ഒരുവൻ തന്റെ യൗവനത്തെ ചെലവഴിക്കണം. ഇന്നത്തെ യുവാക്കൾ തന്റെ കർത്തവ്യം മറന്ന് ജീവിക്കുന്ന ഒരു ശൈലിയാണ് സ്വീകരിക്കാറുള്ളത്. അതിൽ നിന്നും പിന്തിരിഞ്ഞ് യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ട കൃപ എല്ലാ യുവജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അണിചേരൂ യുവജനമേ, അണിചേരൂ, ഒരു നവയുഗ സൃഷ്ടിക്കാം. അണിചേരൂ യുവജനമേ, യേശുവിലൊന്നായി അണിചേരൂ. അണിചേരൂ യുവജനമേ, അണിചേരൂ, ഒരു നവചേതനയുൾക്കൊള്ളൂ. നിങ്ങൾ പുതുയുഗ ശില്പികളായി മാറാം. ഒരു നവചേതനയുൾക്കൊള്ളൂ. നിങ്ങൾ പുതുയുഗ ശില്പികളായി മാറാം. അണിചേരൂ യുവജനമേ, അണിചേരൂ. വചനകാഹളമൂതി മുന്നേറാൻ, തിന്മകൾക്കെതിരെ പോരാടാം. വചനകാഹളമൂതി മുന്നേറാൻ, തിന്മകൾക്കെതിരെ പോരാടാം. നവീകരിക്കൂ, നിങ്ങൾ നവീകരിക്കൂ, യേശുവിൻ നാമത്തിൽ നവീകരിക്കൂ.
നവീകരിക്കൂ, നിങ്ങൾ നവീകരിക്കൂ, യേശുവിൻ നാമത്തിൽ നവീകരിക്കൂ. അണിചേരൂ യുവജനമേ, അണിചേരൂ. ആയുധം, ശാന്തിയാണു നമുക്കെന്നും കവചം. സ്നേഹമാണു നമുക്കെന്നും ആയുധം, ശാന്തിയാണു നമുക്കെന്നും കവചം. തോൽക്കില്ല നിങ്ങൾ അടർക്കളത്തിൽ, നയിക്കുവാനേശു മുന്നിലുണ്ട്. തോൽക്കില്ല നിങ്ങൾ അടർക്കളത്തിൽ, നയിക്കുവാനേശു മുന്നിലുണ്ട്. അണിചേരൂ യുവജനമേ, അണിചേരൂ. ശത്രുക്കളില്ലാത്ത ലോകമെൻ സ്വപ്നം, കലഹങ്ങളില്ലാത്ത കാലമെൻ ചിന്തകൾ. ശത്രുക്കളില്ലാത്ത ലോകമെൻ സ്വപ്നം, കലഹങ്ങളില്ലാത്ത കാലമെൻ ചിന്തകൾ. സ്നേഹത്തിൻ ശക്തിയിലല്ലോ നമ്മൾ പടുത്തുയർത്തുന്നൊരു നവലോകം. സ്നേഹത്തിൻ ശക്തിയിലല്ലോ നമ്മൾ പടുത്തുയർത്തുന്നൊരു നവലോകം. അണിചേരൂ യുവജനമേ, അണിചേരൂ. ഒരു നവയുഗ സൃഷ്ടിക്കാൻ അണിചേരൂ യുവജനമേ, യേശുവിലൊന്നായി അണിചേരൂ. അണിചേരൂ യുവജനമേ, അണിചേരൂ. ഒരു നവചേതനയുൾക്കൊള്ളൂ, നിങ്ങൾ പുതുയുഗ ശില്പികളായി മാറാൻ. ഒരു നവചേതനയുൾക്കൊള്ളൂ, നിങ്ങൾ പുതുയുഗ ശില്പികളായി മാറാൻ. അണിചേരൂ യുവജനമേ, അണിചേരൂ.